കുട്ടിക്കാലത്ത് എത്രയും പെട്ടെന്ന് വളർന്നു വലുതായി മാതാപിതാക്കളുടെ ചിറകിനടിയിൽ നിന്നും ഉയർന്നു പറക്കണമെന്ന് സ്വപ്നം കണ്ടവരായിരിക്കാം നമ്മളിൽ മിക്കവരും. എന്നാൽ മുതിർന്ന് ഏറെ ആശങ്കകളും ആവലാതികളുമായി ജീവിതം മുന്നോട്ട് നയിക്കുമ്പോൾ നമ്മളിൽ പലരും ആഗ്രഹിച്ചിട്ടുണ്ടാവാം, ഏറെ നിഷ്കളങ്കമായ അല്ലലുകൾ ഒട്ടുമേയില്ലാത്ത ആ ബാല്യകാലത്തിലേക്കൊന്ന് തിരികെ പോകാൻ കഴിഞ്ഞിരുന്നുവെങ്കിലെന്ന്. തിരക്കേറിയ സാഹചര്യങ്ങളിൽ നിന്നും ഇടയ്ക്കെപ്പോഴെങ്കിലും നാട്ടിൻപുറത്തെത്തുമ്പോഴുള്ള സന്തോഷം തെല്ലൊന്നുമല്ല. ഇതാണ് കേട്ടോ എന്റെ നാടും നാട്ടിൻപുറത്തെ കാഴ്ചകളും. ഇവിടുത്തെ ഓരോ മൺതരികളിലും ആ പഴയ കാലത്തിന്റെ മധുരമേറുന്ന ഓർമ്മകളുണ്ട്. കണ്ണഞ്ചിപ്പിക്കുന്ന ചുവപ്പു നിറത്തിലുള്ള മഞ്ചാടിക്കുരുക്കൾ ശേഖരിക്കാനും മരച്ചീനി ഇലകൾ കൊണ്ട് മാലകൾ തീർക്കാനും ചുറ്റുമുള്ള ചെടികളെയും പൂക്കളെയും കളികളിൽ പങ്കുചേർക്കാനും നമ്മൾ ആരും ഒട്ടും മടിച്ചിരുന്നില്ല. തുടികളായ തൊടികൾ മുഴുവൻ ഓടി നടക്കാനും കളിക്കാനും പലതരം മാങ്ങകൾ പെറുക്കി പങ്കുവെക്കാനും ഇടവഴികൾ താണ്ടി അയൽപ്പക്കങ്ങളിലെത്താനും ഒന്നിനും നമ്മുടെ കാലുകൾക്ക് തീരെ ക്ഷീണമുണ്ടായിരുന്നില്ല. മുറിവുകൾക്ക് എന്നും കൂട്ട് ഈ കമ്മ്യൂണിസ്റ്റ് പച്ചയായിരുന്നു. കൂട്ടത്തിൽ തൊട്ടാവാടിയായ ഇവളെയും ആരും മറന്നിട്ടുണ്ടാവില്ല. കണ്ണിൽ കാണുന്ന ചെടികളിൽ നിന്നെല്ലാം കാപ്പറിച്ച് കഴിക്കാനും അന്ന് ആർക്കും പേടിയുണ്ടായിരുന്നില്ല എന്നതാണ് മറ്റൊരു സത്യം. അച്ഛൻ കറുത്തിട്ട് അമ്മ വെളുത്തിട്ട് മോളുടെ മോളോ സുന്ദരി. ഓർക്കുന്നുണ്ടോ ഈ വെള്ളിലെ താളിയെ? വർഷത്തിനും വേനലിനുമൊപ്പം വലിയ പറപ്പൂർ കായലിലെ താമര കൃഷിയും നെൽകൃഷിയും. ഈ കായലിനോട് ചേർന്നാണ് കേട്ടോ എന്റെ വീട്. ഗുരുവായൂർ അമ്പലത്തിലേക്കുള്ള താമരകളെല്ലാം ഇവിടെ നിന്നുമാണ് കൊണ്ടുപോയിരുന്നത്. ഇത്രയേറെ നയനമനോഹരിയായ എന്റെ ഗ്രാമമാണ് മാണിയംകാട്. വേനലവധികളിൽ ഈ പാടവരമ്പിലൂടെ അക്കരെയുള്ള കുടുംബ വീട്ടിലേക്കുള്ള യാത്രകൾ ഇന്നും മായാതെ മനസ്സിൽ കിടപ്പുണ്ട്. വീട്ടിലെ താഴത്തെ തൊടിയിൽ നിന്നും നോക്കിയാൽ കാണാവുന്നത്ര ദൂരത്തിൽ കായലിന്റെ മറ്റൊരറ്റത്താണ് കേട്ടോ തിരുനാവായ റെയിൽവേ സ്റ്റേഷൻ. ഇടവിട്ട സമയങ്ങളിൽ പല നീളത്തിലും താളത്തിലും ഓടുന്ന തീവണ്ടികൾ, അവയുടെ കമ്പാർട്ട്മെന്റുകളുടെ എണ്ണം വെച്ചുള്ള പന്തയങ്ങൾ വേറെയും. അങ്ങനെ കുട്ടിക്കാലത്തിന്റെ ഓർമ്മകളിൽ കിതച്ചു പായുന്ന ഈ തീവണ്ടികളും പങ്കാളികളായി.